ഇന്ന് ജനുവരി 18, 2025 ശനിയാഴ്ച. ഞങ്ങൾ ഏറെ നാളായി ആഗ്രഹിച്ച യാത്രകളിലൊന്നായിരുന്നു മൂന്നാർ യാത്ര. ആ യാത്ര ഇവിടെ സഫലമാവുകയാണ്. എന്നാൽ ഈ യാത്രയിൽ ഞങ്ങൾ തനിച്ചല്ല. കൂടെ ഏട്ടൻ്റെ സുഹൃത്തും ഭാര്യയും മകനുമുണ്ട്. യാത്ര അവരുടെ കാറിലാണ്. പുലർച്ചെ 5 മണിക്ക് തന്നെ ഞങ്ങൾ യാത്ര ആരംഭിച്ചു. കൃത്യമായൊരു പ്രോഗ്രാം ചാർട്ട് പ്രകാരമാണ് യാത്ര. ആദ്യം ഞങ്ങൾ പോയത് ടോപ്പ് സ്റ്റേഷൻ എന്ന സ്ഥലത്തായിരുന്നു. വിസ്മയിപ്പിക്കുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. ടോപ്പ് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലാണ്. ചെറു റോഡുകളും ചുരങ്ങളും താണ്ടി തേയിലത്തോട്ടങ്ങളുടെ ഹരിത ഭംഗിയിൽ അങ്ങനെ ഞങ്ങൾ ടോപ്പ് സ്റ്റേഷനിലേക്കുള്ള യാത്ര തുടർന്നു. വളരെ മനോഹരമായ റോഡുകൾ, അച്ചടക്കത്തോടെ വരിവരിയായി നിൽക്കുന്ന തേയില ചെടികൾ, കാറ്റത്ത് പരസ്പരം ഇണക്കങ്ങളും പിണക്കങ്ങളും പറയുന്ന യൂക്കാലി മരങ്ങൾ, വഴിയരികിലെ അപായ സൂചനാ ബോർഡുകൾ, ആകാശമുട്ടെ നിൽക്കുന്ന ഭീമാകാരൻ കുന്നുകൾ. ഇതിനൊക്കെ പുറമെ വഴിയരികിൽ കച്ചവടത്തിനായിരിക്കുന്ന സ്ത്രീകളും പുരുഷന്മാരും. വളരെ മനോഹരമായ യാത്ര തടസ്സമില്ലാതെ തുടർന്നു. അടുത്ത യാത്ര കുണ്ടല ഡാമിലേക്കാണ്. ചുരങ്ങളിറങ്ങി അവിടെ എത്തിച്ചേർന്നു. മനോഹരമായ ഇടം. വാഹനം പുറത്തു പാർക്ക് ചെയ്ത് ഞങ്ങൾ നടന്നു. ഒരു ചെറിയ ചാറ്റൽ മഴയുണ്ട്. അങ്ങനെ ഡാമിന്റെ മുകളിലൂടെ ഒരു കാൽനട യാത്ര. 2 ഷട്ടറുകൾ ഉയർത്തിയിട്ടുണ്ട്. അതിലൂടെ വെളുത്ത പാൽ നിറത്തിൽ വെള്ളം പതിയെ താഴേക്കു പതിക്കുന്നു. ഈ കാഴ്ചകൾക്കൊക്കെ ശേഷം കുറച്ചു മുന്നോട്ട് നടന്നു. ഇവിടെയും കച്ചവടക്കാർക്ക് ഒരു പഞ്ഞവുമില്ല. ഇവിടം യൂക്കാലി മരങ്ങളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്നു. എന്ത് ഭംഗിയായാണ് അവ നട്ടുപിടിപ്പിച്ചിരിക്കുന്നത്. മാനമുട്ടെ ഉയർന്നു കിടക്കുന്ന മരങ്ങൾക്കിടയിൽ നിന്നും ഫോട്ടോസൊക്കെ പകർത്തി. ആരോ തമ്മിൽ അകറ്റിയ പോലെ താഴെ ഇടവിട്ട് നിൽക്കുന്ന യൂക്കാലി മരങ്ങൾ. മുകളിൽ ശിഖരങ്ങൾ പരസ്പരം ഇഴകി ഇണചേർന്ന് ഒരു പച്ച പന്തല് വിരിച്ച പോലെ കിടക്കുന്നു. കുണ്ടല ഡാം മാട്ടുപ്പെട്ടി പഞ്ചായത്തിലെ മുതിരപ്പുഴ നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതിയായ പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമാണിത്. ഏഷ്യയിലെ ആദ്യ കമാന അണക്കെട്ടായി ഇത് കണക്കാക്കപ്പെടുന്നു. അടുത്തതായി നമ്മൾ പോയത് ബോട്ടിങ്ങിനായിരുന്നു. ആദ്യം ബോട്ടിലേക്ക് കയറുന്നതിനായി ടിക്കറ്റ് എടുത്തു. ഒരാൾക്ക് 150 രൂപ എന്ന നിരക്കിലാണ് ടിക്കറ്റ്. ഞങ്ങൾക്ക് കിട്ടിയത് പെഡൽ ബോട്ടാണ്. ലൈഫ് ജാക്കറ്റ് ധരിച്ച് ഓരോരുത്തരായി ലൈഫ് ഗാർഡിന്റെ നിർദ്ദേശപ്രകാരം ബോട്ടിലേക്ക് കയറി. ഞങ്ങൾ ബോട്ടിംഗ് നടത്തുന്നത് ഈ പറഞ്ഞ കുണ്ടല ഡാമിലാണ്. എൻ്റെയും ഏട്ടൻ്റെയും ആദ്യത്തെ ബോട്ടിംഗ് അനുഭവം ഇതായിരുന്നു. വളരെ നല്ല നിമിഷങ്ങളായിരുന്നു. എന്നിരുന്നാലും ഇടയ്ക്ക് ചെറിയ പേടിയുണ്ടായിരുന്നു. അരമണിക്കൂറായിരുന്നു ഞങ്ങൾക്ക് അനുവദിച്ച സമയം. എന്നാൽ നമ്മൾ അതിനു മുൻപേ തന്നെ കരകയറി. അടുത്തതായി എത്തിയത് മാട്ടുപ്പെട്ടി ഡാമിലാണ്. വാഹനം പാർക്ക് ചെയ്യാനുള്ള പൈസ അടച്ച് നമ്മൾ ഗേറ്റ് കടന്ന് ഉള്ളിലെത്തി. ഇവിടെയും ബോട്ടിംഗ് സംവിധാനമുണ്ട്. എന്നാൽ ഞങ്ങൾ അത് ഉപയോഗപ്പെടുത്തിയില്ല. ഞങ്ങൾ ഡാം ആസ്വദിച്ച ശേഷം അവിടെ നിന്നും തിരിച്ചു. സമയം ഏകദേശം 5 മണി ആവാറായി. ഇനിയുള്ള യാത്ര റിസോർട്ടിലേക്കാണ്. ഇരുളും മുമ്പേ റിസോർട്ടിലെത്തണം. റിസോർട്ട് മൂന്നാറിലാണ്. ഇവിടെ നിന്ന് കുറച്ചധിക ദൂരം സഞ്ചരിക്കുവാനുണ്ട്. യാത്ര തുടർന്നു. തേയിലക്കൂട്ടങ്ങൾക്കിടയിൽ നിന്നും ഫോട്ടോസ് എടുക്കുന്ന ആളുകൾ. കണ്ണൻദേവന്റെ പല സ്ഥാപനങ്ങൾ കണ്ടു. പിന്നെ ട്രിപ്പിൾ ടിയുടെ ചായ് ബസാർ അവിടെവിടായി കണ്ടു. അങ്ങനെ ഞങ്ങളും ഒരു ചായ് ബസാറിൽ ഇറങ്ങി. ഒന്ന് ഫ്രഷായി ഒരു ചായ കുടിക്കാൻ ചായ് ബസാറിൽ കയറി. മനോഹരമായ മറ്റൊരു കാഴ്ചയായിരുന്നു അവിടെയുള്ള കൊച്ചു പൂന്തോട്ടം. ഇതുവരെ കണ്ടിട്ടില്ലാത്ത ചെടികൾ, പൂക്കൾ. വൈകുന്നേരമായതിൻ്റെ ഒരു ക്ഷീണമോ തളർച്ചയോ ഒന്നും അവയ്ക്കില്ല. എല്ലാം ഉത്സാഹത്തോടെ അവിടെ വരുന്ന സഞ്ചാരികളെ നോക്കിച്ചിരിക്കുന്നു. പല പല ചായകൾ. ഇതുവരെ കേട്ടുകേൾവി പോലുമില്ലാതെ പേരുകളുള്ള ചായ. ഞാനും ഏട്ടനും ലെമൺ ഗ്രാസ് ടീ ആണ് പറഞ്ഞത്. നല്ല ചായയായിരുന്നു. കുറച്ചു സമയം അവിടെ ചെലവ് ചെയ്തതിന് ശേഷം യാത്ര വീണ്ടും ആരംഭിച്ചു. സത്യം പറഞ്ഞാൽ ഒരു അനുഗ്രഹമാണോ എന്നറിയില്ല വെയിലില്ലാതിരുന്നത്. ഒരുപക്ഷെ വെയിലുണ്ടായിരുന്നെങ്കിൽ ഈ യാത്ര ഇത്രമേൽ മനോഹരമാവുമായിരുന്നോ എന്നറിയില്ല. കോടമഞ്ഞും തണുപ്പും ഇളം തണുത്ത കാറ്റും തന്നെയായിരുന്നു ഈ യാത്രയെ മനോഹരമാക്കിയത്. കണ്ടിട്ടും കണ്ണിനും മനസ്സിനും മതിവരാത്ത ഒരു കാഴ്ചയായിരുന്നു തേയിലത്തോട്ടങ്ങൾ. യാത്ര തുടർന്നുകൊണ്ടേയിരുന്നു. വഴിയിലെ മനോഹാരിത വരികളിലൂടെ അറിയുന്നതിലുപരി കണ്ണുകൊണ്ട് കണ്ടു തന്നെ അറിയണം. ഈ കണ്ട അഴകാർന്ന കാഴ്ചകൾ കുറച്ചുനാൾ മനസ്സിലുണ്ടാവും. കാലക്രമേണ അവയുടെ വ്യക്തത തുരുമ്പെടുത്തു നശിക്കും. കാലങ്ങൾ കഴിഞ്ഞ് ഈ സുന്ദര സുരഭില ഓർമ്മകൾ അയവിറക്കാൻ വേണ്ടിയാണ് ഈ ഒരു യാത്രാക്കുറിപ്പ് പോലും. പോത്തമ്മയുടെ വ്യൂ പോയിന്റ് കണ്ടു. അവിടെയും ഇറങ്ങിയില്ല. കോടമഞ്ഞുണ്ടായിരുന്നു.
അങ്ങനെ റിസോർട്ടിലെത്തി. നല്ലൊരു റിസോർട്ട്. ഇവിടെയും പൂക്കൾ എൻ്റെ കണ്ണഞ്ചിപ്പിച്ചു. തിരക്കു പിടിച്ച നഗരപ്രദേശമൊന്നുമല്ല. അടുത്തടുത്ത് മറ്റ് റിസോർട്ടുകളുണ്ട്. വളരെ നല്ല റിസോർട്ട്. ഷാംറോക്ക് എന്നാണ് റിസോർട്ടിൻ്റെ പേര്. കൽപ്പടികൾ ഇറങ്ങി ഞങ്ങൾ റൂമിലേക്ക് നടന്നു. കൽപ്പടികൾക്ക് ഇരുവശവും പൂക്കളും പൂച്ചെടികളും. ഞങ്ങളുടെ റൂം നമ്പർ 203. വളരെ വൃത്തിയുള്ള വിശാലമായൊരു റൂം. ഹാളിൽ സോഫയും മേശയും, പിന്നെ ഒരു കിടപ്പുമുറി, ഒരു വരാന്ത. മൂന്നാർ യാത്രയിലെ നല്ല ഒരുപാട് ഓർമ്മകൾ, ഒരുപാട് നിമിഷങ്ങൾ സമ്മാനിച്ച ഒന്നാം ദിനത്തിലെ രാത്രി അങ്ങനെ ഇവിടെ അവസാനിക്കുന്നു. മൂന്നാർ യാത്രയിലെ 2ാം ദിനമാണിന്ന്. പ്രഭാത ഭക്ഷണം കഴിച്ച് റിസോർട്ടിലെ ബില്ലുകൾ സെറ്റിൽ ചെയ്ത് അവരോട് യാത്ര പറഞ്ഞ് ഞങ്ങൾ യാത്ര തുടർന്നു. ഇനി പോകുന്നത് ഇരവികുളം ദേശീയോദ്യാനത്തിലേക്കാണ്. അവിടേക്കുള്ള ടിക്കറ്റ് ഇന്നലെ തന്നെ എടുത്തിരുന്നു. യാത്ര ചുരങ്ങൾ കയറിയാണ്. അങ്ങനെ ഇരവികുളത്തെത്തി. ചെറിയ തരത്തിൽ മഴയുണ്ട്, അതിനാൽ തണുപ്പ് കൂടുതലാണ്. മഴച്ചാരലുള്ളതിനാൽ റെയിൻകോട്ട് വാങ്ങി. ധാരാളം ആളുകളുണ്ട്. വിദേശികൾ, മറ്റു പല സംസ്ഥാനത്തു നിന്നും വന്നവർ. ഞങ്ങളെല്ലാവരും കോട്ടു ധരിച്ചു. ദേശീയോദ്യാനത്തിലേക്ക് ഇവിടെ നിന്നും കേരള സർക്കാരിൻ്റെ ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് ബസ് മാർഗമാണ് യാത്ര ചെയ്യേണ്ടത്. മറ്റു വാഹനങ്ങൾക്ക് അനുമതിയില്ല. ഇവിടെ മുതിർന്നവർക്ക് 200 രൂപ നിരക്കിലും കുട്ടികൾക്ക് 150 രൂപ നിരക്കിലുമാണ് ടിക്കറ്റ്. സീറ്റിനനുസരിച്ചാണ് ആളുകളെ കയറ്റുന്നത്. വളരെ ചെറിയ റോഡുകൾ, ഒരു സമയം ഒരു ബസ്സിന് മാത്രം കടന്നു പോവാൻ സാധിക്കുന്ന വഴി. യാത്ര മുന്നോട്ട് പോവുകയാണ്. എതിർദിശയിൽ നിന്നും സഞ്ചാരികളെ ഇറക്കി വരുന്ന ബസ്സുകൾക്ക് അത്ര കൃത്യതയോടെയാണ് ബസ്സുകൾ അരികൊരുക്കി കൊടുക്കുന്നത്. റോഡിന് ഇരുവശവും തേയിലച്ചെടികളുടെ മാസ്മരികത. അങ്ങ് ദൂരെ കോടമഞ്ഞിൽ പൊതിഞ്ഞ മലകൾ. പുറം കാഴ്ചകൾ ജനലഴിക്കുള്ളിലൂടെ ക്യാമറയിൽ പകർത്തുകയാണ്. മലകളെ വെള്ള പൊതിപ്പിച്ച പോലെ കോടമഞ്ഞ്. ആനപ്പുറം പോലെ തോന്നിക്കുന്ന കറുത്ത പാറകൾ. ആകാശം മുട്ടി നിൽക്കുന്ന കറുത്ത പാറകൾക്ക് മുകളിൽ നിന്നും നീരുറവകൾ താഴേക്ക് ഒഴുകുന്നു. ശരിക്കും ആശ്ചര്യം തോന്നുന്നു. ഒന്നുറപ്പിച്ചു പറയാം, ഈ യാത്രയിൽ ഓരോരുത്തരും പ്രകൃതി വിസ്മയത്തെ ആസ്വദിക്കുകയാണ്. അങ്ങനെ ദേശീയോദ്യാനത്തിന്റെ കവാടത്തിലെത്തി. ബസ്സിൽ നിന്നും ഓരോരുത്തരായി പുറത്തിറങ്ങി. ഇനി കാൽനടയാത്ര. ഒട്ടും നടക്കാൻ പറ്റാത്തവർക്കും നടന്ന് കാഴ്ച ആസ്വദിക്കാൻ പറ്റാത്തവർക്കും ബഗ്ഗികൾ ഒരുക്കിയിട്ടുണ്ട്. ഏതായാലും ഞങ്ങൾ നടക്കാൻ തീരുമാനിച്ചു. വാക്കുകൾക്ക് അതീതമായ കാഴ്ചകൾ. എന്തു പറയണമെന്നറിയില്ല, എങ്ങനെ പറയണമെന്നറിയില്ല. വിശേഷിപ്പിക്കാൻ വാക്കുകൾ ഉതകില്ല. ഈ യാത്ര വെറും പ്രകൃതി ആസ്വദിക്കൽ മാത്രമല്ല, മറ്റൊരു ലക്ഷ്യം കൂടിയുണ്ട്. വരയാടുകളെ ഒന്ന് നേരിട്ട് കാണണം. കേട്ടറിവുകൾ മാത്രമേ ഉള്ളൂ. നേരിൽ കാണാമെന്ന പ്രതീക്ഷയോടെയാണ് ഓരോ ചുവടുവെപ്പും. വംശനാശ ഭീഷണി നേരിടുന്ന വരയാടുകളുടെ ആവാസ കേന്ദ്രമാണ് ഇവിടം. ദേവികുളം താലൂക്കിലാണ് ഇരവികുളം ദേശീയോദ്യാനം. ടാർ ചെയ്ത റോഡുകളാണ്. ഇവിടെ കൈവരികളായി കെട്ടിയിരിക്കുന്നത് മുളകൾ കൊണ്ടാണ്. അതിനടുത്തായി വരയാടുകളെ തൊടരുതെന്ന നിർദ്ദേശ ബോർഡ് കണ്ടു. ഞങ്ങളിപ്പോൾ എത്ര ദൂരം സഞ്ചരിച്ചെന്നറിയില്ല, എത്ര ഉയരത്തിലാണെന്നറിയില്ല. ഒന്നറിയാം, സമതല പ്രദേശത്തു നിന്നും ഒരുപാട് ഉയരത്തിലാണെന്ന്. അങ്ങ് ദൂരെ മലഞ്ചെരുവുകളിൽ തേയിലത്തോട്ടങ്ങൾക്കിടയിലെ ചെറു റോഡുകൾ ഒരു നേർത്ത രേഖ പോലെ കാണാം. ഇനി മുന്നോട്ട് പ്രവേശനമില്ല. ദൗർഭാഗ്യകരം എന്ന് തന്നെ പറയട്ടെ. ഇതുവരെയുള്ള ഈ യാത്രയിൽ ഒരു വരയാടിനെ പോലും കാണാൻ കഴിഞ്ഞില്ല. അതിൽ തെല്ല് നിരാശയുണ്ടെങ്കിലും പ്രകൃതിയുടെ ഈ അവിസ്മരണീയത അതിനെ തുലനം ചെയ്യുന്നു. ബസ്സിൽ കയറി. ഇനി ഇവിടുന്ന് യാത്ര പറയുകയാണ്.
മനസ്സാകെ നിറയും മായാലോകം, നിമിഷങ്ങൾ തേടും സഞ്ചാരം. തീരങ്ങളിൽ നേരങ്ങളായി നാം ഒന്നു ചേരും, താളങ്ങളിൽ രാഗങ്ങളായി ഗീതങ്ങൾ പാടും. മനസ്സാകെ നിറയും മായാലോകം, നിമിഷങ്ങൾ തേടും സഞ്ചാരം. തീരങ്ങളിൽ നേരങ്ങളായി നാം ഒന്നു ചേരും, താളങ്ങളിൽ രാഗങ്ങളായി ഗീതങ്ങൾ പാടും. മനസ്സാകെ നിറയും മായാലോകം, നിമിഷങ്ങൾ തേടും സഞ്ചാരം. തീരങ്ങളിൽ നേരങ്ങളായി നാം ഒന്നു ചേരും, താളങ്ങളിൽ രാഗങ്ങളായി ഗീതങ്ങൾ പാടും. മനസ്സാകെ നിറയും മായാലോകം, നിമിഷങ്ങൾ തേടും സഞ്ചാരം. തീരങ്ങളിൽ നേരങ്ങളായി നാം ഒന്നു ചേരും, താളങ്ങളിൽ രാഗങ്ങളായി ഗീതങ്ങൾ പാടും. മനസ്സാകെ നിറയും മായാലോകം, നിമിഷങ്ങൾ തേടും സഞ്ചാരം. അടുത്ത യാത്ര ടീ മ്യൂസിയത്തിലേക്കാണ്. ടീ മ്യൂസിയം മൂന്നാറിലാണ്. ടാറ്റയുടെ മൂന്നാറിലെ നല്ലതണ്ണി എസ്റ്റേറ്റിലാണ് ഈ മ്യൂസിയം പ്രവർത്തിക്കുന്നത്. കണ്ണൻ ദേവൻ ഹിൽ പ്ലാന്റേഷൻ ടീ മ്യൂസിയം എന്നും അറിയപ്പെടുന്നു. മൂന്നാറിലെ തേയിലച്ചെടികളുടെ ചരിത്രം, കൃഷി മുതലായവയുടെ വ്യക്തമായ രൂപരേഖ മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നു. മൂന്നാറിലെ മനോഹരമായ മലഞ്ചെരുവിൽ സ്ഥിതി ചെയ്യുന്ന ഈ മ്യൂസിയം സമൃദ്ധമായി വിളഞ്ഞു നിൽക്കുന്ന തേയിലച്ചെടികൾക്കും അവയെ മാറിലേറ്റിയ കുന്നുകൾക്കും നടുവിൽ സജ്ജീകരിച്ചിരിക്കുന്നു. വാഹനം പാർക്ക് ചെയ്ത് മ്യൂസിയത്തിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള ടിക്കറ്റ് എടുത്തു. പ്രവേശന കവാടത്തിനടുത്തായി ടീ മ്യൂസിയം എന്നെഴുതിയ വലിയൊരു ബോർഡുണ്ട്. അങ്ങനെ മ്യൂസിയത്തിനകത്ത് പ്രവേശിച്ചു. അവിടെ പഴയകാല ഉപകരണങ്ങൾ എന്ന് തോന്നിപ്പിക്കുന്ന വസ്തുക്കൾ പ്രദർശിപ്പിച്ചിരിക്കുന്നു. മൂന്നാറിലെ തേയിലച്ചെടികളുടെ ഉത്ഭവം വിളിച്ചോതുന്ന പഴയകാല ഫോട്ടോസും വിവരണങ്ങളും അടങ്ങിയ ചുമർചിത്രമുള്ള മറ്റൊരു മുറിയിലെത്തി. മൂന്നാറിലെ തേയിലയുടെ ചരിത്രം, പിന്നീടുണ്ടായ വികസനം, തേയില നുള്ളുന്ന തൊഴിലാളികൾ, ഇവയ്ക്ക് ഉപയോഗിക്കുന്ന ഗതാഗത മാർഗങ്ങൾ, ആശയവിനിമയ ഉപാധികൾ, തേയിലയെ സംസ്കരിച്ച് ചായപ്പൊടി ഉണ്ടാക്കുന്ന ഉപകരണങ്ങൾ, പിന്നെ ഒരു കോണി കയറി മുകളിലെത്തി. അവിടെ തേയിലച്ചെടിയുടെ ആവിർഭാവം വിശദമായി ചുമരിൽ ആലേഖനം ചെയ്തിരിക്കുന്നു. അതിനടുത്തായി മേശപ്പുറത്ത് തേയിലയിലകൾ വിരിച്ചിരിക്കുന്നു. തൊട്ടടുത്ത മുറിയിൽ തേയിലച്ചെടിയിൽ നിന്നും ചായപ്പൊടിയിലേക്കുള്ള രൂപമാറ്റത്തിൻ്റെ ഒരു ഡെമോൺസ്ട്രേഷൻ നടക്കുന്നുണ്ട്. അതൊന്ന് നേരിൽ കാണുന്നതിനായി അവിടേക്ക് പോയി. അവിടെ ഒരു ജീവനക്കാരൻ എല്ലാ പ്രക്രിയയും വിവരിച്ചു നൽകുന്നു. ആദ്യ ഉപകരണത്തിൽ ഇലയായി കയറുന്ന തേയിലച്ചെടികൾ അടുത്ത ഉപകരണത്തിലെത്തുമ്പോഴേക്കും അരഞ്ഞു പേസ്റ്റ് ആവുന്നു. വീണ്ടും പല പ്രക്രിയകൾ. ഒടുക്കം അത് ചായപ്പൊടിയുടെ രൂപത്തിലേക്ക് പരിണമിക്കും.